ഹായ് വെൽക്കം ബാക്ക് ടു മൈ മെൻ്റൽ ഹെൽത്ത് സീരീസ്. കഴിഞ്ഞ 2 വീഡിയോയിൽ നമ്മൾ പെരിനേറ്റൽ ടൈം പീരീഡിൽ കാണുന്ന കോമൺ മെൻ്റൽ ആൻഡ് ബിഹേവിയറൽ ചേഞ്ചസിനെ കുറിച്ചാണ് സംസാരിച്ചിരുന്നത്. അതിൽ ഞാൻ പറഞ്ഞിരുന്നു വിത്തൗട്ട് സൈക്കോട്ടിക് സിംറ്റംസ് ഉണ്ട്, വിത്ത് സൈക്കോട്ടിക് സിംറ്റംസ് ഉണ്ട്. വിത്തൗട്ട് സൈക്കോട്ടിക് സിംറ്റംസിൽ കാണുന്ന ഡിപ്രഷൻ, ആങ്സൈറ്റി ആൻഡ് OCDനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. ഈ വീഡിയോയിൽ വിത്തൗട്ട് സൈക്കോട്ടിക് സിംറ്റംസിൽ തന്നെ കാണുന്ന PTSD, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, പിന്നെ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ്, ഇതിൻ്റെ രണ്ടിനെ കുറിച്ചായിരുന്നു സംസാരിക്കാൻ പോകുന്നത്. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. ഓക്കെ, അതിൽ നമുക്ക് ഡെലിവറീനെ കുറിച്ച് പറയാം. നമ്മൾ ഇപ്പോൾ നോർമൽ വെജൈനൽ ഡെലിവറി ഉണ്ട്, അതിലും വേണമെങ്കിൽ ചിലപ്പോൾ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും, ഫോർസിപ്സ് ഡെലിവറി ഉണ്ടാവും, അങ്ങനെ നോർമൽ വെജൈനൽ ആണെങ്കിലും അതിൽ ചെറിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. സിസേറിയൻ ഉണ്ട്. നമ്മൾ മലയാളത്തിൽ എപ്പോഴും സുഖപ്രസവം എന്നാണ് പറയുക ഈ നോർമൽ ഡെലിവറീനെ. അത് ഒരിക്കലും ഒരു സുഖപ്രസവമല്ല. നോർമൽ വെജൈനൽ ഡെലിവറി, എസ്പെഷ്യലി നമ്മൾ എപ്പിഡ്യൂറിലൊക്കെ എടുക്കാതിരിക്കുകയെന്നുണ്ടെങ്കിൽ ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള, നമുക്ക് എല്ലാവർക്കും അറിയണ പോലെ നമ്മുടെ ലൈഫ് ടൈമിൽ ഏറ്റവും കൂടുതൽ പെയിൻഫുൾ ആയിട്ടുള്ളൊരു സംഭവം ലേബറിൻ്റെ ടൈം. അത്രയും പെയിൻഫുൾ ആയിട്ടുള്ളൊരു സ്റ്റേജാണ് ഈ ഒരു ഡെലിവറി എന്ന് പറയുന്നത്. പിന്നെ കുറേ പേര് പറയും എല്ലാവരും ഇതുപോലെ ചെയ്ത് വന്നതല്ലേ, എല്ലാവരും അനുഭവിച്ചതാണല്ലോ. കുറേ പറഞ്ഞ പണ്ടത്തെ കാലത്തൊക്കെ കുറേ കുട്ടികളൊക്കെ ഉള്ള അമ്മമാർക്കൊക്കെ ഇത്രയും പ്രാവശ്യം ഞാൻ ഈ വേദന സഹിച്ച് ചെയ്തതാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ചിലപ്പോൾ കംപ്ലീറ്റ്ലി അപ്പോൾ ആ ഒരു പ്രഷർ വരാണ് നമുക്കൊക്കെ ഇവരിത് സഹിച്ച് ചെയ്തു. അവർക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ എല്ലാവർക്കും ഒരേപോലെ അത് മാനേജ് ചെയ്ത് വരാൻ പറ്റണമെന്നില്ല. കുറേ പേർക്ക് ഉണ്ടല്ലോ അത് ഭയങ്കര ഒരു ട്രോമാറ്റിക് ഇവന്റ് ആയിരിക്കും. എസ്പെഷ്യലി എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ, ഈ പറഞ്ഞ പോലെ ഫോർസിപ്സ് അല്ലെങ്കിൽ എപ്പിസിയോട്ടമീസ് യൂസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ടയർ ഭയങ്കരമായിട്ട് 3rd degree ടയറൊക്കെ വരുമ്പോൾ അത് ഭയങ്കര ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ളൊരു ഇവന്റ് തന്നെയാണ് അമ്മമാർക്ക്. എസ്പെഷ്യലി പണ്ടത്തെ കാലത്ത് എന്തെങ്കിലും കൈൻഡ് ഓഫ് ഒരു ട്രോമ വന്നിട്ടുള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അത് അവർ ചിലപ്പോൾ മാനേജ് ചെയ്ത് പോവായിരിക്കും. അങ്ങനത്തെ ആൾക്കാർക്ക് ഇത് ഈ ഒരു ഡെലിവറി കഴിയുമ്പോൾ ഒരു പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിൽ വരെ പോകാനായിരിക്കും. അതായത് ഭയങ്കര ഹൈപ്പർ വിജിലൻ്റ് എന്ന് പറയും. അതായത് ഒരു ചെറിയ കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഞെട്ടും, ഭയങ്കരമായിട്ട് റെസ്പോണ്ട് ചെയ്യും. പിന്നെ നൈറ്റ് മെയർസ് വരും, രാത്രി ഉറങ്ങുമ്പോൾ നൈറ്റ് മെയർസ് വന്ന് എണീക്കും. പിന്നെ ഫ്ലാഷ് ബാക്സ് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് പണ്ടുണ്ടായ ഒരു ഇവന്റ് കൂടെ നമ്മൾ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ഫീലിംഗ്. അല്ലാണ്ട് അതിനെക്കുറിച്ച് ഓർക്കണം നമ്മൾ ഫ്ലാഷ് ബാക്ക് എന്ന് പറയില്ല. നമ്മൾ ആ ഒരു മെഡിക്കൽ ടേമിൽ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുകയാണെങ്കിൽ, അമ്മമാർക്ക് അതിലേക്കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നൊരു ഫീലിംഗ് ഒക്കെ വരാണെങ്കിൽ ഇതൊക്കെയാണ്. പിന്നെ ഭയങ്കര ആങ്സൈറ്റിയും അവോയ്ഡൻസ് ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ കുട്ടീനെ കാണുമ്പോൾ അവർക്ക് അവരുടെ ചൈൽഡ് ബർത്ത് ആയിരിക്കും ഓർമ്മ വരുന്നത്. അപ്പോൾ കുട്ടീനെ തന്നെ അവർക്ക് അവോയ്ഡ് ചെയ്യേണ്ടി വരേണ്ട ഒരു അവസ്ഥയൊക്കെ വരും. അതൊക്കെയാണ് ഈ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിൽ കാണുന്നത്. അപ്പോൾ ഇതിപ്പോൾ ആർക്കെങ്കിലും പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷേ നോട്ടീസ് ചെയ്താൽ ഉടനെ ഹെൽപ്പ് സീക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതായത് നമ്മൾ ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഒരു സൈക്കാട്രിസ്റ്റോ സൈക്കോളജിസ്റ്റിനെ കാണിക്കുക, ആൻഡ് അവരുടെ അസസ്മെൻറ്റും അവരുടെ ഒപ്പീനിയനും നമ്മൾ സീക്ക് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇത് ഇത്രയും വിത്തൗട്ട് സൈക്കോട്ടിക് സിംറ്റംസിൽ കോമൺ ആയിട്ട് കാണുന്ന മെൻ്റൽ ബിഹേവിയറൽ ചേഞ്ചസ് അല്ലെങ്കിൽ ഡിസോർഡേഴ്സ് ആണ്. ഇനി വിത്ത് സൈക്കോട്ടിക് സിംറ്റംസ്, അതാണ് ഒരു കൈൻഡ് ഓഫ് മെഡിക്കൽ എമർജൻസി തന്നെയാണ് ഈ വിത്ത് സൈക്കോട്ടിക് സിംറ്റംസ് കാണുന്നത്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ കോമൺ ആയിട്ട് കാണുന്നത്, ഇപ്പോൾ സൈക്കോട്ടിക് സിംറ്റംസ് പറഞ്ഞാൽ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് തോന്നുക, അപ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ കാണുക, അല്ലെങ്കിൽ ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുക, ഇല്ലാത്ത മണം നമുക്ക് മണക്കാൻ പറ്റുക, ഇല്ലാത്ത ടേസ്റ്റ് ഫീൽ ചെയ്യുക, ഇതൊക്കെ ഒരു സെക്ഷൻ. പിന്നെ ഒരു എവിഡൻസും ഇല്ലാത്ത കാര്യമാണെങ്കിൽ പക്ഷെ അത് സത്യമാണ് എന്നുള്ളൊരു ചിന്ത വരെ. അപ്പോൾ ആരത് ശരിയല്ല എന്ന് നമ്മളോട് കൺവിൻസ് ചെയ്യാൻ നോക്കിയാലും നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ തോട്ട്സ് എന്താണ്, അതിൽ നമ്മൾ ഭയങ്കര ഫിക്സ്ഡ് ആയിട്ടിരിക്കുക. ഒട്ടുമില്ലാത്ത കാര്യങ്ങളായിരിക്കും. അപ്പോൾ അത് ചിലപ്പോൾ ആരെങ്കിലും നമ്മളെ ഹേർട്ട് ചെയ്യാൻ വരിക അല്ലെങ്കിൽ ഹാം ചെയ്യാൻ വരിക എന്നുള്ളതായിരിക്കും. നമ്മൾ പറയും ഇല്ല, ആരുമില്ല, നമ്മളെ ഹാം ചെയ്യാൻ മാത്രം ഒന്നുമില്ല, നമ്മൾ വേണമെങ്കിൽ എവിഡൻസ് വരെ കാണിച്ചു. പക്ഷെ എന്നാലും അവർക്കത് അത്രയും സ്ട്രോങ് ഇതായിരിക്കും, ആരെങ്കിലും അല്ലെങ്കിൽ ഇന്നൊരു പേഴ്സൺ എന്നെ ഹാം ചെയ്യാനാണ് വന്നിരിക്കുന്നത് എന്നുള്ളൊരു ഫീലിംഗ്. അതും ഒരു സെക്ഷൻ. അപ്പോൾ ഹാലൂസിനേഷൻസ് ഉണ്ട്, ഡെലൂഷൻസ് ഉണ്ട്. പക്ഷെ ഇതൊക്കെയാണ് സാധാരണ കാണുന്ന എക്സ്പീരിയൻസ്. അതുപോലെ തന്നെ ഭയങ്കര റേസിങ് തോട്ട്സ് ഉണ്ടാവുക, എന്നിട്ട് നമ്മൾ കണ്ടിന്യൂസ് ഓരോ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഒരു ടോപ്പിക്കിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, ഒരു സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് ചാടിക്കൊണ്ടിരിക്കുക, ഇങ്ങോട്ട് ചാടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ യൂഷ്വലി എന്താ പറയുക വെച്ചാൽ, നോർമൽ ടൈം പീരീഡിൽ എന്തെങ്കിലും ഒരു സ്കിസോഫ്രീനിയ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൈക്കോട്ടിക് ഡയഗ്നോസിസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ബൈപോളാറിൻ്റെ ഡയഗ്നോസിസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോസ്റ്റ് പ്രഗ്നൻസി ഇത് വീണ്ടും വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. എന്നുവെച്ചാൽ ഇവരൊന്നും പ്രഗ്നൻ്റ് ആവാൻ പാടില്ല അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവാൻ പാടില്ല എന്നല്ല ഉദ്ദേശിക്കുന്നത്. ആ സമയത്ത് നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിക്കണം, കുറച്ചും കൂടി മോണിറ്റർ ചെയ്യണം. അതാണ് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ആ ടൈം പീരീഡിൽ നമ്മൾ പറഞ്ഞ പോലെ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തെങ്കിലും ഷാഡോസ് പോലെ കാണാം. വിഷ്വൽ, അതായത് കാണുന്ന സംഭവങ്ങൾ ഭയങ്കര കുറവായിരിക്കും, കൂടുതലും ശബ്ദങ്ങൾ കേൾക്കായിരിക്കും. അതായത് ആരെങ്കിലും നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ അതിനെ നമ്മൾ ഈ ഓഡിറ്ററി ഹാലൂസിനേഷൻസ്, നമ്മൾ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ചുറ്റും നോക്കുമ്പോൾ ആരെയും കാണാൻ പറ്റില്ല. പക്ഷെ ആ ശബ്ദം അവർക്ക് ഭയങ്കര റിയൽ ആണ്, അവർ ആക്ച്വലി ആ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്.
കൂടുതൽ ഡേഞ്ചറസ് ആവുക ആ ശബ്ദങ്ങൾ നമ്മളോട് ഓരോ കമാൻഡ്സ് ഒക്കെ പറയാൻ തുടങ്ങും. നമ്മളോട് ചിലപ്പോൾ പറയും ഇത് ചെയ്യൂ അത് ചെയ്യൂ, അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ കുട്ടീനെ ഹാം ചെയ്യാനുള്ള ആ ഒരു ഓർഡേഴ്സ് വരെ ആ ശബ്ദത്തിൽ നിന്ന് നമുക്ക് വരാൻ തുടങ്ങും. അപ്പോൾ അത് ഒന്ന്. ചിലപ്പോൾ ഉണ്ടല്ലോ, ചിലപ്പോൾ സിവിയർ കണ്ടീഷനിൽ ഭയങ്കര നല്ല വിഷമമുള്ളൊരു കാര്യമാണ്. അതായത് കുട്ടി നമ്മൾ ഹാം ചെയ്യും ഏതെങ്കിലും രീതിയിൽ എന്ന് വരെ നമുക്ക് തോന്നും. അല്ലെങ്കിൽ വേറൊരാൾ ഈ കുട്ടീനെ ഹാം ചെയ്യും അല്ലെങ്കിൽ എന്നെ ഹാം ചെയ്യും എന്നുള്ള ഒരു തോന്നൽ വരാൻ തുടങ്ങും. എന്നിട്ട് ചിലപ്പോൾ കുട്ടീനെ, അതായത് അവരെ ഹാം ചെയ്യുന്നതിന് മുമ്പ് അവർ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കുട്ടീനെ നമ്മൾ എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ കുട്ടി എന്നെ ഹാം ചെയ്യും, അപ്പോൾ അതിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത് എൻ്റെ കുട്ടിയല്ല വേറെ ആരോ ആണ് എന്നുള്ളതൊക്കെ തോന്നും. ചിലപ്പോൾ കുട്ടിയുടെ മുഖം തന്നെ അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും കാണുന്നത്. ഭയങ്കര സിവിയർ കേസുകൾ. അതുകൊണ്ട് പറഞ്ഞാൽ ഭയങ്കര ഒരു മെഡിക്കൽ എമർജൻസി ആണിത്. ഇത്രയും ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ നമ്മൾ ഒരിക്കലും വെയിറ്റ് ചെയ്യരുത്. നമുക്ക് തോന്നാണ് ഓക്കെ ഇവർക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഇല്ലാത്ത കാര്യങ്ങൾ ഭയങ്കരമായിട്ട് അവർ ഫിക്സ്ഡ് ആയിട്ട് വിശ്വസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ സ്വയം സംസാരിക്കുന്നുണ്ട്. ചിലപ്പോൾ അവർ നമ്മളോടൊന്നും പറയില്ല, ബിക്കോസ് അവർക്കത് നോർമലാണ്. അപ്പോൾ സംസാരിക്കണം അല്ലെങ്കിൽ ആരോടൊക്കെയും ഇങ്ങനെ സംസാരിക്കുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അഡ്വൈസ് തേടുക. പക്ഷേ എന്താ വെച്ചാൽ ഇത് പ്രോഗ്രസ് ഇത് ഒരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനിലേക്കാണ് വരുമ്പോൾ സ്വയം ഹാം ചെയ്യുക അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഹാം ചെയ്യുക അല്ലെങ്കിൽ കുട്ടീനെ ഹാം ചെയ്യുന്നതിലായിരിക്കും ഇത് അവസാനിക്കുക. പിന്നെ ഇതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സിവിയർ ഫോംസ് ഉണ്ട്, കാറ്ററ്റോണിയ എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് കാറ്ററ്റോണിയ എന്ന് പറഞ്ഞാൽ അവർ ഒട്ടും ഭക്ഷണം കഴിക്കാതിരിക്കുക, അതായത് അല്ലെങ്കിൽ ഒരു പോസ്റ്ററിൽ തന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒന്നും സംസാരിക്കാതിരിക്കുക, അങ്ങനത്തെ അതൊക്കെ ഭയങ്കര എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ്. അപ്പം തന്നെ ഇന്റർവെൻഷൻ ആവശ്യമുള്ള സിറ്റുവേഷൻസ് ആണ്. അപ്പം നമ്മൾ ആരെങ്കിലും കാണുകയാണ് ഈ ചെറിയ ചെറിയ ചേഞ്ചസ്, അല്ലെങ്കിൽ നമ്മളുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആരെങ്കിലും നമ്മളിത് കാണുകയാണെങ്കിൽ അപ്പോൾ തന്നെ സൈക്കാട്രിസ്റ്റിൻ്റെ ഒപ്പീനിയൻ നമ്മൾ സീക്കുക. അപ്പോൾ തന്നെ അവരെ കൊണ്ട് അസസ് ചെയ്യുക. എല്ലാം ഈ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് അല്ലെങ്കിൽ പ്രിപ്പേറൽ സൈക്കോസിസ് എന്ന് പറയും, അവർക്കൊക്കെ ഇൻ പേഷ്യൻ്റ് അഡ്മിഷൻ തന്നെ വേണം. അവരെ അഡ്മിറ്റ് ചെയ്തിട്ട് തന്നെ ട്രീറ്റ് ചെയ്യലായിരിക്കും ഒരു ബെസ്റ്റ് ഔട്ട്കം ഉണ്ടാവുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഇത് ട്രീറ്റ് ചെയ്താൽ ക്യൂറബിൾ ആണ്. പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് നമ്മൾ കറക്റ്റ് ടൈമിൽ റെക്കഗ്നൈസ് ചെയ്ത് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് അവർ ക്യൂർ ചെയ്യാൻ പറ്റും. നമുക്ക് കംപ്ലീറ്റ്ലി അവർക്ക് അതിന് പുറത്തേക്ക് വരാൻ പറ്റും. അപ്പോൾ അത് കാരണം ഇത് ആരെങ്കിലും കാണുകയാണെങ്കിൽ അപ്പം തന്നെ ഹെൽപ്പ് സീക്ക് ചെയ്യുക. ഇതാണ് പെരിനേറ്റൽ ടൈം പീരീഡിൽ കാണുന്ന കോമൺ മെന്റൽ ബിഹേവിയറൽ ചേഞ്ചസ്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ന്യൂറോ ഡൈവേഴ്സിറ്റി അതിനെക്കുറിച്ച് അല്ലെങ്കിൽ OCD ഇതിലേതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചായിരിക്കും ഞാൻ വീഡിയോസ് ചെയ്യേണ്ടാവുക. ഓക്കെ ദെൻ ബൈ.